So next we can see who are the persons disqualified by law from contracting. ഓക്കെ, അപ്പം 3 ഗ്രൂപ്പ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹു ആർ ഇൻകേപ്പബിൾ ഓഫ് എൻട്രിങ് ഇൻ ടു കോൺട്രാക്ട് എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? മൈനേഴ്സ്, അൺസൗണ്ട് പേഴ്സൺസ് ആൻഡ് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഇൻ ഫോഴ്സ് ഇൻ കൺട്രി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിൽ മൈനേഴ്സും അൺസൗണ്ട് പേഴ്സൺസും കഴിഞ്ഞു. ഇനി ഏതൊക്കെ ആളുകളെയാണ് നിയമം വിലക്കിയിട്ടുള്ളത്? പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കരാർ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചില ആളുകളെ നിയമം എന്താക്കിയിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതാരൊക്കെയാന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്. അതായത് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഈ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ് ഹാവ് ഗോട്ട് എ പെക്യുലിയർ privilege that they can enter into contract and enforce them in courts, but no contract can be enforced against them unless they submit themselves of the jurisdiction of English court. അതായത് ഇംഗ്ലീഷ് ലോയിൽ അങ്ങനെയാണ് നിയമം. അതായത് അവർക്ക് എന്ത് ചെയ്യാം? ഈ ഫോറിൻ അംബാസിഡേഴ്സിനൊക്കെ അവർക്ക് പിന്നെ എന്ത് കോൺട്രാക്റ്റിൽ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. അതേമാതിരി അവർക്ക് അവർ എന്തെങ്കിലും പ്രശ്നമുണ്ട് അവർക്ക് കേസൊക്കെ കൊടുക്കാം. പക്ഷെ അവർക്കെതിരായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല? കേസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കേസ് കൊടുക്കാം കേട്ടോ. എന്ത് വരികയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ ആദ്യം പെർമിഷൻ എടുക്കണം. ഇപ്പം അതേപോലെ തന്നെയാണ് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ എന്താക്കാം? അതിനനുസരിച്ച് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഇൻ ഇന്ത്യ ദിസ് കോൺട്രാക്ട് ആക്ട് is silent on this aspect, but section 86 of Civil Procedure Code of 1908 provides certain procedures that have to be strictly followed in suits against rulers of foreign states and അംബാസിഡേഴ്സ്. അപ്പോൾ കാര്യമായിട്ട് ഇംഗ്ലീഷ് ലോയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ഇന്ത്യൻ ലോ അക്കാര്യത്തിൽ സൈലൻ്റ് ആണ്. പക്ഷെ 1908 സിവിൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നുണ്ട് ചില പ്രത്യേകതകളൊക്കെ. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദേ ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ് ആൻഡ് എൻഫോഴ്സ് ദം ഇൻ ആർ കോർട്ട്സ്. നമ്മളെ കോടതികളിൽ വേണമെങ്കിൽ അവർക്ക് എന്താക്കാം? കരാറിൽ ഒപ്പുവെക്കാം ചെയ്യാം. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ ആർ കോർട്ട്. നമ്മളെ കോടതിയിൽ അവർക്ക് ഇതാക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷേ അതേപോലെ തന്നെ ലൈക്ക് വൈസ് ദേ ക്യാൻ ബി സ്യൂഡ് ആസ് ഓർഡിനറി സിറ്റിസൺസ് ഇൻ എനി ഓഫ് ദി ഇന്ത്യൻ കോർട്ട്. But one condition to be fulfilled is that before filing a suit against them, one must get previous permission of the central government. അപ്പോൾ ഇന്ത്യയിലും പറയുന്നത് അത് തന്നെയാണ്. എന്താണ്? അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കണം. അവർക്ക് ഇതിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള എന്ത് വേണം? പെർമിഷൻ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി വേറൊരു ഗ്രൂപ്പാണ് ഏലിയൻ എനിമീസ് എന്ന് പറയും. ആര് ഈ ഏലിയൻ എനിമി എന്ന് പറയാം? ഏലിയൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹൂ ഇസ് എ സിറ്റിസൺ ഓഫ് എ ഫോറിൻ കൺട്രി എന്നേ ഉള്ളൂ. അപ്പോൾ ഫോറിൻ കൺട്രിയിലുള്ള ഒരു വ്യക്തിനെയാണ്, ഒരു വിദേശിനെയാണ് നമ്മൾ ഏലിയൻ എന്ന് പറയാം. അപ്പോൾ ഏലിയൻ എന്ന് പറയുന്നത് ചില സമയത്ത് ഏലിയൻ എന്താവാം? ഏലിയൻ ഫ്രണ്ട് ആവാം, ഓർ ഏലിയൻ എനിമി. ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും കാലം ചൈനയുമായിട്ട് നല്ല ബന്ധത്തിലായപ്പം അവിടെയുള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ഏലിയൻ ഫ്രണ്ടാണത്. ഇനിയിപ്പം കുറച്ച് ഒരസലിലാണല്ലോ. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെങ്കിലൊക്കെ ഈ ഏലിയൻ ഫ്രണ്ട് ബിക്കംസ് യുവർ ഏലിയൻ എനിമിയായി മാറും നമ്മുടെ രാജ്യത്തിൻ്റെ കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഇൻ കേസ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് വാർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ദ ഏലിയൻ കൺട്രി, performance of contracts made before the war will be suspended during the course of war എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് യുദ്ധം പൊട്ടി പുറപ്പെടുകയാണെങ്കിൽ അതോടുകൂടിയിട്ട് എന്താവും എന്നാണ് പറയുന്നത്? ഉണ്ടാക്കിയിട്ടുള്ള ആ കോൺട്രാക്റ്റ് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്യപ്പെടും. ആൻഡ് ദേ വിൽ ബി ഡിസോൾവ്ഡ് ഇഫ് ദേ ആർ എഗെയിൻസ്റ്റ് നാഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏലിയൻ എനിമി ക്യാൻ neither enter into a contract with an Indian citizen nor can be sued in Indian court എന്നാണ് പറയുന്നത്. He can sue in Indian court only after obtaining
ദ പെർമിഷൻ ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അപ്പോൾ ഏലിയൻ എനിമി ആരാണെന്ന് മനസ്സിലായാലും അപ്പോൾ ഏലിയൻ എനിമി ആയിട്ട് എന്ത് പാടില്ല, കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. ദെൻ തേർഡ് കാറ്റഗറി കോർപ്പറേഷൻ. കോർപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പനീസിനെയാണ് കേട്ടോ. കമ്പനീസ് ആക്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. കമ്പനീസ് ആക്ട് 2013 എന്താണ് കമ്പനി എല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. പക്ഷേ എന്ത് എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഓൺലി ലീഗൽ എക്സിസ്റ്റൻസ്. അതുകൊണ്ട് ഇതിന് അങ്ങനെ എന്താ പറയുക, നാച്ചുറൽ പേഴ്സൺ അല്ല. അപ്പോൾ ആർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കും? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ കമ്പനീൻ്റെ കാര്യത്തിൽ അതിൽ ഹ്യൂമൻ ഏജൻസി എന്ന് പറയുന്നത് ആര് മാത്രമാണ്, അവിടെ ബോർഡ് മാത്രമാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. സോ ഇറ്റ് ഹാസ് എ റൈറ്റ് ടു സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ്. നമ്മൾ കമ്പനീൻ്റെ ഫീച്ചേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ്. ഫർദർ ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. കമ്പനിക്ക് അങ്ങനെ കോൺട്രാക്റ്റിൽ വരുന്നതിനൊന്നും പ്രശ്നമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ പറയുന്നുള്ളൂ. അതായത് കോൺട്രാക്റ്റ് എൻറ്റേർഡ് ഇൻ ടു ബൈ എ കോർപ്പറേഷൻ മസ്റ്റ് ബി അണ്ടർ ഇറ്റ് സീൽ. അതായത് അണ്ടർ ഇറ്റ് സീൽ എന്ന് പറയുന്ന കമ്പനീൻ്റെ മുദ്ര വെച്ചും കൊണ്ട് സീൽ വെച്ചും കൊണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. പിന്നെ പവേഴ്സ് ഓഫ് ദി കമ്പനി എന്ന് പറയുന്നത്, പവേഴ്സ് ഓഫ് ദി കോർപ്പറേഷൻ ടു കോൺട്രാക്റ്റ് ആർ ലിമിറ്റഡ് ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം. കമ്പനീൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആണ്. കമ്പനീൻ്റെ പവേഴ്സൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതേപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ. അപ്പോൾ ഈ മെമ്മോറാണ്ടത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കമ്പനിക്ക് ഒരു കരാറിലും ഒപ്പുവെക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനി കോൺട്രാക്ട് ബിയോണ്ട് സച്ച് പവേഴ്സ് ഇസ് നോട്ട് വാലിഡ് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ കമ്പനിക്ക് കരാറിൽ വരുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ് ബിയോണ്ട് ദി മെമ്മോറാണ്ടം, അതായത് പവേഴ്സ് ഓഫ് മെമ്മോറാണ്ടം, കമ്പനി കനോട്ട് എൻറ്റർ ഇൻ ടു കോൺട്രാക്ട്സ് എന്നേ പറയണം. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റുകളൊക്കെ വോയിഡ് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറിയാണ് പ്രൊഫഷണൽസ് എന്ന് പറയും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ടീച്ചേഴ്സ്, ഡോക്ടർമാരെല്ലാം വരുന്നുണ്ടല്ലോ ആ കാറ്റഗറിയിൽ, പ്രൊഫഷണൽസിൽ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇംഗ്ലണ്ടിലെ ബാരിസ്റ്റേഴ്സിനെയൊക്കെ ഉണ്ടല്ലോ, ബാരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോയേഴ്സാണ് കേട്ടോ. ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് എൻറ്ററിങ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് റെസ്പെക്ട് ടു പ്രൊഫഷണൽ മാറ്റേഴ്സ്. അവിടെ അണ്ടർലൈൻ ചെയ്ത് പറയണം, അവർക്ക് എങ്ങനെയുള്ള കോൺട്രാക്റ്റേ പാടില്ലാത്തതുള്ളൂ, വിത്ത് റെസ്പെക്ട് ടു പ്രൊഫഷണൽ മാറ്റേഴ്സ് ആൻഡ് ഇസ് ഇൻകേപ്പബിൾ ഓഫ് സ്യൂയിങ് ഓർ ബീങ് സ്യൂഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ ബാരിസ്റ്റേഴ്സിനൊന്നും എന്താക്കാൻ പറ്റില്ല, ഹി കനോട്ട് സ്യൂ ഹിസ് ക്ലയൻറ്റ് ഫോർ റിക്കവറി ഓഫ് ഫീസ് ഡ്യൂ ടു ഹിം ഫോർ സർവീസസ് റെൻറ്റേഡ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ഹിസ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. അതേപോലെ തന്നെയാണ് ഡോക്ടേഴ്സിൻ്റെ കാര്യം. ഇപ്പം നമ്മളിങ്ങനെ ഇപ്പം പറയുന്നുണ്ടല്ലോ ഇത്ര ഫീസ് എന്നൊക്കെ. ശരിക്കും പേഷ്യൻസിന് അവരൊരു സർവീസ് റെൻഡർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ സർവീസിന് ഇത്ര കൃത്യമായിട്ട് ഇത് വാങ്ങാനൊന്നും പാടില്ല. അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ട് കേസിനൊന്നും പോകാൻ പറ്റില്ല ഡോക്ടർമാർക്കൊന്നും. മനസ്സിലായല്ലോ? അപ്പോൾ പ്രൊഫഷണൽ എന്താ പറയുക, ഡിസ്ക്വാളിഫൈഡ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഈ കാറ്റഗറിയാണ്. ഇന്ത്യയിൽ അങ്ങനെയുള്ള ദർ ഇസ് നോ സച്ച് ബാർ ആൻഡ് നോ സച്ച് പ്രൊഫഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻ എക്സിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ. പ്രൊഫഷണൽസിന് ഒരു കാര്യത്തിലും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നല്ല, അവരുടെ പ്രൊഫഷണൽ മാറ്റേഴ്സായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊന്നും കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഇപ്പം ലോയേഴ്സ് ആണെങ്കിൽ ഇത്ര ഫീസ് വേണം എന്നെങ്ങാണ്ട് ഇതാക്കി 1,00,000 രൂപ വേണം ഈ കേസ് വാദിക്കാൻ. അപ്പോൾ അഥവാ ഞാൻ ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവർക്കെതിരായിട്ട് പോകാനൊന്നും പറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെ കേസിലൊക്കെ. ക്ലിയർ ആണല്ലോ? ഇനി ഫെലൻസ് ഓർ കൺവിക്സ്. ഫെലൻസ് അല്ലെങ്കിൽ കൺവിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുറ്റവാളികളെയാണ് നമ്മൾ പറയാം. ഓക്കെ, ദേ കനോട്ട് എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ആൻഡ് കനോട്ട് സ്യൂ വൈൽ ദേ ആർ അണ്ടർഗോയിങ് സെൻറ്റൻസ്. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ വിധി, സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വിധി നടപ്പിലാക്കുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അവർക്ക് എന്താക്കാൻ പാടില്ല, ഒരു കോൺട്രാക്റ്റിലും ഇതാക്കാൻ പാടില്ല, കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത്, ഇപ്പം നിങ്ങൾ ആ ഉത്രേൻ്റെത് അറിയാലോ, അവളെ ഹസ്ബൻഡ് ഇപ്പം ഇതിലാണല്ലോ, കുറ്റക്കാരനാണല്ലോ. അപ്പോൾ അയാളുമായിട്ട് യാതൊരു കോൺട്രാക്റ്റും ഉണ്ടാക്കാൻ പാടില്ല ഈ സമയത്ത്. കാരണം ഹീസ് അണ്ടർഗോയിങ് ദ സെൻറ്റൻസ്. ഓക്കെ, അണ്ടർഗോയിങ് സെൻറ്റൻസ് അങ്ങനെ പറഞ്ഞാൽ അയാളുടെ എന്താണ്, ഇങ്ങനെ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. When the period of sentence expires or when they are pardoned and they regain freedom,
ഇനി ആ കുറ്റവാളി എന്തായി, അയാളെ എല്ലാ ശിക്ഷ കാലയളവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, ഹി ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്റ്റ്. അതായത് ദ ഇൻകപ്പാസിറ്റി ടു കോൺട്രാക്റ്റ് ഡിസപ്പിയേഴ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഫെലൻസ് ആൻഡ് കോൺവിക്സിൻ്റെ കേസിൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. ഇനി അടുത്ത കേസ് ഇൻസോൾവൻസ് ഓർ ബാങ്ക്രപ്റ്റ്സ്. ഇൻസോൾവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താ, ആരെയാണ്? പാപ്പരാസികൾ, അതായത് ബാങ്ക്രപ്റ്റിനെയാണ് എന്തെന്ന് പറയുക, ഇൻസോൾവൻറ്റ് എന്ന് പറയുക. വെൻ എ പേഴ്സൺ ഹാസ് ഇൻകേർഡ് ഡെറ്റ്സ് more than his assets and he is not able to repay the debts, he is adjudged insolvent by a competent court. അതായത് അയാൾക്കുള്ള സ്വത്തിനേക്കാൾ കൂടുതലായിട്ട് അയാൾക്ക് എന്തുണ്ട്, ബാധ്യതകളുണ്ട്. ആകെ വീടും പറമ്പും വിറ്റാൽ 5 ലക്ഷം രൂപയെ കിട്ടാനുള്ളൂ. പക്ഷേ അയാൾക്കൊരു 10 ലക്ഷത്തിൻ്റെ ബാധ്യത, ലയബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് കോർട്ട് എന്തായിട്ട് അഡ്ജഡ്ജ്, ഹീസ് അഡ്ജഡ്ജ് ആസ് എ ഇൻസോൾവൻറ്റ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട്. ഇങ്ങനെയാവുന്ന സമയത്ത് ഒരു ഒഫീഷ്യൽ റിസീവറെ വെക്കുക ചെയ്യുക, അപ്പോയിൻറ്റ് ചെയ്യും കോർട്ട്. സോ ദ ഇൻസോൾവൻറ്റ് കനോട്ട് എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് റിലേറ്റിംഗ് ഹിസ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് അയാളെ അല്ലെങ്കിൽ ആ കടം വിൽക്കാൻ വേണ്ടി ആകെ 5 ലക്ഷത്തിൻ്റെ സ്വത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ മുകളിൽ ഇനിയും എന്തുണ്ടാക്കാൻ പാടില്ല, കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഇൻസോൾവൻസിൻ്റെ കേസിൽ പറയുന്നത് ഇൻസോൾവൻസ് കനോട്ട് എൻറ്റർ ഇൻ ടു കോൺട്രാക്റ്റ് റിലേറ്റിംഗ് ടു ദ പ്രോപ്പർട്ടി. അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കണം, റിലേറ്റിംഗ് ടു പ്രോപ്പർട്ടി. അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളിൽ എന്ത് വേണമെങ്കിലും കരാറുണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതേപോലെ തന്നെയാണ് ആരുടെ കേസിലും, പ്രൊഫഷണൽസിൻ്റെ കേസിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എന്ത് കരാറുണ്ടാക്കുന്നതിനും പ്രശ്നമില്ല. പക്ഷേ പ്രൊഫഷണൽ മാറ്റേഴ്സിൽ എന്തുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്, അവിടെ കരാറ് പാടില്ല. ഓക്കെ. അപ്പോൾ ബാങ്ക്രപ്റ്റ്സിൻ്റെ ക്ലിയർ ആണല്ലോ. അപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇൻസോൾവൻസി, അതായത് ഇൻസോൾവൻസി നിയമപ്രകാരം എന്താണെന്നാണ് പറയുന്നത്, ഈ ഇൻസോൾവൻസ് ആർ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, ഓക്കെ, ഫ്രം എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് വിമൻ. നിങ്ങൾ വിചാരിക്കും വിമൻ എന്ന് പറയുന്ന സമയത്ത് വിമനായിട്ടൊരിതും പാടില്ലേ. ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ ഇന്ത്യ എ വിമൻ ഹാസ് ഗോട്ട് എവറി റൈറ്റ് ടു എക്വയർ പ്രോപ്പർട്ടീസ് ആൻഡ് എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് ആൻഡ് ഹെർ റൈറ്റ്സ് ഇസ് ഗ്യാരണ്ടീഡ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. യാതൊരു വ്യത്യാസവും. Further, law does not make any distinction between the contractual capacities of males and females. അതായത് കോൺട്രാക്ച്വൽ കപ്പാസിറ്റിയിൽ ഒരു ഡിസ്ക്രിമിനേഷനും വെച്ചിട്ടില്ല മെയിലും ഫീമെയിലുമായിട്ട്. ബോത്ത് ഓഫ് ദം ആർ ഈക്വൽ ഇൻ ദ ഐസ് ഓഫ് ലോ. ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ പണ്ട് ഒരു നിയമം, പർദാസീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിമനായിട്ട്, അതായത് അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത് എന്തായിരുന്നു എന്നാണ് പറയുന്നത്, അവരുമായിട്ടുള്ള നിയമങ്ങൾ കോൺട്രാക്ട്സ് പാടില്ല എന്നുള്ളതായിരുന്നു. അല്ലാതെ വിമനെ വേറെ ഡിസ്ക്വാളിഫൈയും ചെയ്തിട്ടില്ല. മനസ്സിലായല്ലോ. പിന്നെ മാരീഡ് വിമൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, ഫോർ നെസസറീസ് ഓഫ് ലൈഫ് ഷീ ക്യാൻ ട്രാൻസാക്ട് വിത്ത് ഹർ ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടീസ് ഫോർ വിച്ച് ഹർ ഹസ്ബൻഡ് വിൽ ബി ലയബിൾ. അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു ഡിസ്ക്രിമിനേഷനുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ വിമനായിട്ട്. സോ ദീസ് ആർ ദ പേഴ്സൺസ് ഹു ആർ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ഫ്രം കോൺട്രാക്റ്റിംഗ്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റിനും ഡിസ്ക്വാളിഫൈ ചെയ്തതെന്നല്ല. അപ്പം ഓരോരോ ഡിസ്ക്വാളിഫൈഡ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൊഫഷൻ ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റസ് ആവാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റേറ്റസ് ആവാം. അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.